സ്വന്തം ഉപ്പാക്ക് വേണ്ടി മക്കള് ദുആ ചെയ്താൽ ആ ഉപ്പ രക്ഷപ്പെടൂല എന്ന് ചിന്തിക്കുന്ന ബിദ്അകൾ ലോകത്ത് ഏത് ലോകത്താണ് അവർ ജീവിക്കുന്നത്? ഏത് ലോകത്താണ് അവർ ജീവിക്കുന്നത്? ഒരു ചെടിയുടെ ഇലകൾ ദുആ ചെയ്താൽ ഖബറാളി രക്ഷപ്പെടുമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുമ്പോ ഉപ്പാക്ക് വേണ്ടി സ്വാലിഹീങ്ങളായ മക്കൾ ദുആ ചെയ്താൽ ആ ഉപ്പ രക്ഷപ്പെടൂല എന്ന് വിശ്വസിക്കുന്നവരെ കുറിച്ച് വിഡ്ഢികളെന്നല്ലാതെ പിന്നെ എന്താ നമ്മളൊക്കെ വിളിക്കേണ്ടത്? അവരെ വിഡ്ഢികളെന്നല്ലാതെ പിന്നെ എന്താ നമ്മൾ വിളിക്കേണ്ടത്? കാരണം അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഏതൊരു പിതാവും മരിക്കുമ്പോൾ ബാക്കി വെക്കേണ്ടത് ദുആ ചെയ്യുന്ന മക്കളെയാണ്. എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? മരിക്കുന്ന ഒരു പിതാവിന് ദുആ ചെയ്യുന്ന മക്കള് ബാക്കി ഉണ്ടാവണമെന്ന് പറയാനുള്ള കാരണം എന്താണ്? അഥവാ ഒരാൾ ഖബറിൽ കിടക്കുമ്പോൾ മക്കള് വന്ന് ദുആ ചെയ്താൽ ആ ഉപ്പ രക്ഷപ്പെടുമെന്നുള്ളത് കൊണ്ടല്ലേ അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്യുന്ന മക്കളെ ബാക്കി വെക്കണമെന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ എന്തിനാ ദുആ ചെയ്യുന്ന മക്കള്?